ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് ഗൈഡൻസ് മെസ്സേജ് നോക്കാം ഇന്നത്തെ. ഓക്കെ, ഇന്ന് എടുക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കറൻ്റ്ലി എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് നിങ്ങളെ ആ പ്രോബ്ലം എന്തുകൊണ്ട് നിങ്ങൾക്ക് വന്നു, അതായത് അതിൽ നിന്ന് നിങ്ങൾ എന്താ പഠിക്കാനുള്ളത്. ഓക്കെ, ഏഞ്ചൽസ് നിങ്ങൾക്ക് എന്താ കാണിച്ചു തരുന്നത്, ആ ഒരു പ്രോബ്ലം അത് ഓവർകം ചെയ്യാനുള്ള വഴിയും അഡ്വൈസും നോക്കാം നമുക്ക്. ആൻഡ് അത് എന്തുകൊണ്ട് നിങ്ങളെ അതെന്താ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്, ആ പ്രശ്നങ്ങൾ നിങ്ങളെ എന്താ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം വരുന്ന ഓരോ പ്രശ്നങ്ങളും ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാം നമുക്ക് പാഠങ്ങളാണ് അല്ലേ. സോ അതിൽ നിന്ന് നിങ്ങൾ എന്താണ് മീൻസ് നിങ്ങളെ സ്ട്രെങ്ത് ആക്കാനോ എന്തൊക്കെ നമുക്ക് ഡീറ്റെയിൽസ് കിട്ടാൻ നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. നിങ്ങളുടെ ലൈഫിൽ പ്രോബ്ലംസ് ഈശ്വരൻ തന്നിട്ടുണ്ടെങ്കിൽ, ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, യൂണിവേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ അത് എന്തിനാണ്? കിങ് ഓഫ് പെന്റിക്കിൾസ്, 3 ഓഫ് പെന്റിക്കിൾസ്, ഏസ് ഓഫ് കപ്സ്, 4 of cups, 2 of swords, 9 of cups. Okay, dreamer, the world, 8 of swords, 3 of swords, and the magician. ഓക്കെ, ഒന്നാമത്തെ കാര്യം, ഐ തിങ്ക് ഇവിടെ മെയിൻലി നിങ്ങളുടെ കരിയറിനെ കുറിച്ച് എന്തെങ്കിലും കൺസേൺ ഉണ്ടാവാം. കരിയർ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിന്റെ സ്റ്റെബിലിറ്റി എന്ന രീതിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും കൺസേൺ കാണാം. ഓക്കെ, നിങ്ങൾ മേ ബി ബിസിനസ് കാര്യങ്ങളായിരിക്കാം, ജോലിയുടെ സ്ഥലത്തുള്ള എന്തെങ്കിലും ഗ്രോത്തിന്റെ കാര്യമായിരിക്കാം നിങ്ങളുടെ മനസ്സിൽ. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെസ് തന്നിട്ടുണ്ട് യൂണിവേഴ്സ്. ഓക്കെ, നിങ്ങൾ പെട്ട് നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീലിംഗ് ഉണ്ട്, നിങ്ങളുടെ മനസ്സിൽ തോന്നലുണ്ട്. ദാറ്റ് നിങ്ങൾ ഒന്നും നിങ്ങൾക്ക് മേ ബി നിങ്ങൾക്കായിട്ട് സ്വയം തീരുമാനമെടുക്കാൻ പറ്റില്ല എന്ന രീതിക്കായിരിക്കാം. അതായത് നിങ്ങൾക്ക് പല റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, പല കാര്യങ്ങളും സിറ്റുവേഷനും നോക്കിയിട്ടേ നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതായത് നിങ്ങൾ മറ്റുള്ളവരെ കൂടി നിങ്ങൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, അവർ എല്ലാ കാര്യങ്ങളും വരില്ല എന്നൊക്കെയുള്ള തോന്നല് നിങ്ങൾക്ക്. ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ഓക്കെ നിങ്ങൾക്കത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, നിങ്ങളുടെ പാഷൻ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എന്ന രീതിക്കാണ് എനിക്ക് തോന്നുന്നത്. ഇത് നമുക്ക് ഫുൾ കാർഡായിട്ട് എടുക്കാം. എന്തെങ്കിലും പുതിയതായിട്ട് നിങ്ങൾ തുടങ്ങണം എന്ന ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ എന്തോ ഒരു നല്ലൊരു ആഗ്രഹമുണ്ട് നിങ്ങൾക്ക്, നിങ്ങളുടെ ഒരു വിഷ് ഉണ്ട് നിങ്ങൾക്ക്. ഓക്കെ, ആ വിഷ് പക്ഷെ നിങ്ങൾ ഒരു ആക്ഷൻ എടുക്കുന്നില്ല. ഓക്കെ, അതിന് നിങ്ങളൊരു മുന്നോട്ടൊരു സ്റ്റെപ്പ് നിങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നു ഞാൻ പെട്ട് നിൽക്കുകയാണ്, എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന രീതിക്ക് നിങ്ങളെ മൈൻഡ് ബ്ലോക്കേജ് എന്ന് പറയാം. തോട്ട്സ് ആണ്, ചിന്തകളാണ് നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നെഗറ്റീവ് ചിന്തകൾ എന്ന് പറയാം. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷൻസിനെ നിങ്ങൾ നോക്കി കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുവോ, അല്ലെങ്കിൽ വിഷമാവോ, അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടാവോ, അങ്ങനെ പല തരത്തിലുള്ള ചിന്തകൾ ഐ തിങ്ക് നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്നുണ്ട്. സാഹചര്യം കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാമില്ല എനിക്ക് സാധിക്കില്ല ചെയ്യാൻ, സാഹചര്യം എനിക്ക് വേറെ പലതും ചെയ്യാനുണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് തോട്ട്സ് ഐ തിങ്ക് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളെ ബ്ലോക്ക് ആക്കി നിർത്തുന്നുണ്ട്. ഓക്കെ, ഇവിടെ 3 ഓഫ് സോർഡ്സ് ഉണ്ട്. നിങ്ങൾക്ക് വിഷമമുണ്ട്, നിങ്ങളുടെ ആഗ്രഹം ഐ തിങ്ക് നിങ്ങൾക്ക് മനസ്സിലൊരു ആഗ്രഹമുണ്ട്, ആ ആഗ്രഹം നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റാത്തതിൻ്റെ നല്ല വിഷമം നിങ്ങൾക്കുണ്ട്. ഓക്കെ, മേ ബി ചിലവർക്ക് ഇത് വേറെ എവിടെയെങ്കിലും പുറത്തു പോയി പഠിക്കാനുള്ള ആഗ്രഹമായിരിക്കാം, പുറത്തു പോയിട്ട് ജോലി ചെയ്യാനുള്ള ആഗ്രഹമായിരിക്കാം, യാത്ര ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കാം. എനിക്ക് അങ്ങനത്തെ കാര്യങ്ങൾ കാണുന്നുണ്ട്. എനിക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിരിക്കാം, സ്വന്തമായിട്ട് എന്തെങ്കിലും ലൈക്ക് നിങ്ങൾക്ക് ടാലൻസ് ഉണ്ടാവും. ഓക്കെ, അതിനെ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്ത് നിങ്ങൾക്കൊരു സ്വന്തം ബിസിനസ് ആക്കണം എന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടാവും. പക്ഷെ അതൊന്നും നടക്കുന്നില്ല. ഓക്കെ, നിങ്ങൾ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് മാത്രം ഇരിക്കുകയാണ്, പക്ഷേ ആക്ഷൻ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നില്ല, നിങ്ങൾ സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യാണ്. ഒരുപാട് ഡ്രീംസ് ഉണ്ട് ശരിക്കും നിങ്ങളുടെ മനസ്സിൽ, വിഷ് ഉണ്ട്, ആഗ്രഹം നിങ്ങൾ യൂണിവേഴ്സിനോട് പറയുന്നുണ്ട്. പക്ഷേ യൂണിവേഴ്സ് നിങ്ങൾ അതിനുള്ള സ്റ്റെപ്സ് നിങ്ങൾ എടുക്കുന്നില്ല. ഓക്കെ, ഒരു തീരുമാനം ഇവിടെ നിങ്ങൾ എടുക്കാനുണ്ട്. ബട്ട് യൂണിവേഴ്സ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് അവസരങ്ങൾ കൊണ്ടു തരുന്നുണ്ട്. ഓക്കെ, ഇവിടെ അവസരം നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ചെയ്യാൻ ഓപ്ഷൻസ് കൊണ്ടു തരുന്നുണ്ട്. പക്ഷെ നിങ്ങളത് കാണുന്നില്ല, നിങ്ങളത് എടുക്കാൻ തയ്യാറല്ല. ഓക്കെ, നിങ്ങളെപ്പോഴും വേറെ ചിന്തകൾ, അതായത് ഒന്നുമില്ലെങ്കിലും നിങ്ങൾ നഷ്ടപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് വേറെ പലതും നഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നതായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഉള്ളത് നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്ന കാര്യങ്ങളല്ല. ഓക്കെ, എന്നാൽ പോലും നിങ്ങൾ അതിലേക്ക് തന്നെ നിങ്ങളെ കോൺസെൻട്രേഷൻ കൊടുക്കുകയാണ്, നിങ്ങൾക്ക് അതിൽ സന്തോഷമില്ല. ശരിക്കും യൂണിവേഴ്സ് നിങ്ങൾക്ക് ഏസ് ഓഫ് കപ്സ് ആണ് തന്നിരിക്കുന്നത്. ഈ കപ്പും നമുക്ക് കമ്പാരിസൺ പറയാം. ഏസ് ഓഫ് കപ്സ് നമ്മൾ ആക്ച്വലി ടാരോയിൽ ഇങ്ങനെ ഒരു ക്ലൗഡിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു
മേഘത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കൈ നീണ്ടു വന്ന ഒരു കപ്പ് കൊണ്ടുവരുന്നതായിട്ടാണ്. ഇവിടെയും ഒരു കപ്പ് ഇവിടെ നിൽക്കുന്നുണ്ട്, പക്ഷെ നിങ്ങളത് കാണുന്നേ ഇല്ല, നിങ്ങളത് നോക്കാനേ തയ്യാറില്ല. ഓക്കെ, നിങ്ങൾക്ക് വേറെ എന്തൊക്കെയോ ചിന്തകളിലാണ്. ഓക്കെ, നിങ്ങൾക്ക് പക്ഷെ അതിലൊന്നും സാറ്റിസ്ഫാക്ഷൻ ഉള്ള കാര്യങ്ങളും അല്ല, നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാത്ത കാര്യങ്ങളാണ്, ഡിസപ്പോയിൻമെന്റിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. പക്ഷേ ഈ വേറെ ഓപ്ഷൻസ് നിങ്ങൾ തരുമ്പോൾ അതൊട്ട് നിങ്ങൾ എടുക്കാൻ തയ്യാറും ആവുന്നില്ല, ആ തീരുമാനം നിങ്ങൾ എടുക്കാൻ തയ്യാറാവുന്നില്ല. ഒരു ഡിസിഷൻ നിങ്ങളുടെ ഭാഗത്താണ് വരുന്നത്, പക്ഷെ അത് നിങ്ങൾ എടുക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, നിങ്ങൾക്ക് ആഗ്രഹം എന്തെങ്കിലും നേടണമെങ്കിൽ ഓക്കെ നിങ്ങൾ തന്നെ ആക്ഷൻ എടുക്കണം. ഓക്കെ, നിങ്ങൾ തന്നെ അതിനു വേണ്ടി മുന്നോട്ടൊരു സ്റ്റെപ്പ് നിങ്ങൾ തന്നെ എടുക്കണം. ഓക്കെ, ഇവിടെ വേൾഡ് കാർഡിൻ്റെ ഒന്ന് ഞാൻ പറഞ്ഞ പോലെ ട്രാവലിംഗ് ആവാം, യാത്രയാവാം, അല്ലെങ്കിൽ ഒരു സൈക്കിൾ എന്ന് പറയാം. ആ സൈക്കിളിൽ നിന്ന് നിങ്ങൾ പുറത്തു വരണം എന്ന് പറയാം. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലെ ചില ബ്ലോക്കേജസ്, അതിൽ നിന്ന് നിങ്ങൾ പുറത്തു വരണം എന്ന രീതിക്കായിരിക്കാം. നിങ്ങളുടെ ലൈഫ് മാറണമെങ്കിൽ നിങ്ങൾ തന്നെ ആക്ഷൻ എടുക്കണം. ഓക്കെ, എവിടെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഈവൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലൈക്ക് ബിസിനസ്സോ കാര്യങ്ങളോ നിങ്ങളുടെ എന്തെങ്കിലും ഹോബി ആയിരിക്കാം. ഓക്കെ, നിങ്ങൾക്കുള്ള ടാലൻസ് ഓക്കെ അതിനെ നിങ്ങൾ മറ്റുള്ളവരെ മുമ്പിൽ കാണിക്കാൻ നിങ്ങൾക്ക് പേടിയാണ്. ഓക്കെ, നിങ്ങളുടെ ടാലൻസ് നിങ്ങൾ ഫുള്ളായിട്ട് പുറത്തെടുക്കുന്നില്ല എന്നും പറയാം. ഓക്കെ, നിങ്ങൾ തന്നെ നിങ്ങളെ തന്നെ ബ്ലോക്ക് ചെയ്ത് നിർത്തുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ടാലൻസ് ഉണ്ട്, അതിപ്പോൾ ജോലി സ്ഥലത്ത് ഈവൻ ജോലി ചെയ്യുന്ന സ്ഥലത്തായാലും ഓക്കെ ഐ തിങ്ക് നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ പരമാവധി ഉപയോഗിക്കുന്നില്ല. ആൻഡ് ഇവിടെ മജീഷ്യൻ കാർഡ് പറയുമ്പോൾ എല്ലാ കഴിവും നിങ്ങളുടെ കയ്യിലുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടത് നേടാനുള്ള കഴിവ് മുഴുവൻ നിങ്ങളുടെ കയ്യിലുണ്ട്, പക്ഷെ നിങ്ങളത് യൂസ് ചെയ്യുന്നില്ല, ഉപയോഗിക്കുന്നില്ല, മാനിഫെസ്റ്റ് ചെയ്യുന്നില്ല. മാനിഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തും ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ കയ്യിൽ ഉള്ള കാര്യങ്ങൾ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ കപ്പ് ഉണ്ട്, ഇവിടെ വാണ്ട് ഉണ്ട്, സോഡ് ഉണ്ട്, പെൻറ്റക്കിൾ ഉണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടതെല്ലാം നിങ്ങൾക്ക് കിട്ടും, ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതെല്ലാം എടുത്ത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ഒരു അബണ്ടൻസ് എത്താൻ സാധിക്കും. ഓക്കെ, കരിയറിൻ്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഗ്രോത്ത് നിങ്ങൾക്ക് കിട്ടാനുള്ള ശരിക്കും സാധ്യതയാണ്. ഓക്കെ, നിങ്ങളെ ഈ ഗ്രോത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിന് ഞാൻ പറഞ്ഞു, നിങ്ങൾ വേണ്ട സ്റ്റെപ്സ് നിങ്ങൾ എടുക്കുന്നില്ല, തീരുമാനം നിങ്ങൾ എടുക്കുന്നില്ല. ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് ഇവിടെ സ്റ്റക്കായിട്ട് നിങ്ങൾ നിന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സിൽ ഒരു സന്തോഷവും ഇല്ല. ഓക്കെ, ഇങ്ങനെ പെട്ട് നിൽക്കുന്നതിൻ്റെ വിഷമം ഒരു ഭാഗത്ത്, പക്ഷെ എന്നാലും ഓപ്പർച്യൂണിറ്റി യൂണിവേഴ്സ് തരുന്നത് നിങ്ങളോട്ട് കാണുന്നില്ല. ഓക്കെ, ഏസ് ഓഫ് കപ്സ് ആണ് ഇവിടെ. നിങ്ങളുടെ മുമ്പിൽ ഓപ്പർച്യൂണിറ്റീസ് പ്രസന്റ് ചെയ്യുകയാണ് യൂണിവേഴ്സ്. നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഓപ്ഷൻ തരുന്നുണ്ട്, നിങ്ങളത് എടുക്കുന്നില്ല. ഓക്കെ, നിങ്ങൾ ആ കപ്പ് നിങ്ങൾ ശ്രദ്ധിക്കുന്നുമില്ല, എടുക്കുന്നുമില്ല. ബിക്കോസ് നിങ്ങൾക്ക് ആ തീരുമാനം എടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല. ഈ പെട്ട് നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് പുറത്ത് വരണം എന്നുള്ളത് നിങ്ങൾ തന്നെയാണ് ചെയ്യേണ്ടത്, പക്ഷെ നിങ്ങൾ ചെയ്യുന്നില്ല. ഓക്കെ, ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് ഈ മുമ്പിൽ ഈ പ്രശ്നങ്ങൾ ആക്ച്വലി ഓക്കെ ഇപ്പം നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിലെ തടസ്സങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ശരിക്കും അത് യൂണിവേഴ്സ് നിങ്ങളെ കൊണ്ട് ഈ ഒരു തീരുമാനം എടുപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, ആ ഒരു തീരുമാനം എടുത്ത് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ഫോളോ ചെയ്യൂ എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം അതിനെ ഫോളോ ചെയ്യൂ. ഓക്കെ, അത് നിങ്ങൾക്ക് സന്തോഷം തരും, നിങ്ങൾക്ക് ഹാപ്പിനെസ് തരും, നിങ്ങൾക്ക് അബണ്ടൻസ് തരും. മണി അബണ്ടൻസ് ആയാലും ശരി, മനസ്സിന് ഹാപ്പിനെസ് ആയാലും ശരി, എല്ലാ രീതിക്കും നിങ്ങൾക്ക് ആക്ച്വലി ഗ്രോത്ത് എന്ന് പറയാം. ഓക്കെ, നിങ്ങൾ ശരിക്കും അറിയപ്പെടുന്ന ലെവലിലേക്ക് മേ ബി അത്രയ്ക്ക് വേണ്ട. ഓക്കെ, മേ ബി നിങ്ങൾ വല്ല ടാരോ അല്ലെങ്കിൽ എന്താ പറയുക യൂട്യൂബിൽ എന്തെങ്കിലും ചാനൽ സ്റ്റാർട്ട് ചെയ്യുക. ഇത് നമ്മുടെ വേൾഡ് വൈഡ് വെബ് എന്ന് നമുക്ക് എടുക്കാം. ലൈക്ക് ടെക്നിക്കലി നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ നിങ്ങൾക്ക് ഫേമസ് ആവാനുള്ള സാധ്യതയാണ്. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് ശ്രമിക്കാം. ഓക്കെ, എന്തെങ്കിലും നിങ്ങൾക്ക് കുട്ടികളുമായിട്ട് ഓക്കെ കുറച്ചുകൂടി ഐ തിങ്ക് നിങ്ങളുടെ ചെറുപ്പം തൊട്ടുള്ള നിങ്ങളുടെ മനസ്സിൽ എന്തോ ഒരു ആഗ്രഹമാണ്, ഡ്രീമാണ്. ചെറുപ്പം തൊട്ടെന്ന് പറയുന്നില്ല, ബട്ട് കുറേ കാലമായിട്ട് ചിലപ്പോൾ നിങ്ങൾക്കുള്ള ഒരു ആഗ്രഹമായിരിക്കാം. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഓക്കെ, നിങ്ങളോട് പറയുന്നത് ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കണ്ട. ഓക്കെ, നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, കാരണം ഇപ്പോൾ ഐ തിങ്ക് നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല, നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളതിലൊന്നും നിങ്ങൾ സാറ്റിസ്ഫൈഡും അല്ല. ഓക്കെ, അപ്പോൾ ആ ഒരു വിഷമം നിങ്ങൾ സ്വയം എടുത്തു വെച്ചിരിക്കുകയാണ്. ഓക്കെ, സ്വയം അങ്ങനെ വേദനിച്ച് വിഷമിച്ചിരിക്കുകയാണ്. യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ എല്ലാ ടൂളും ഞാൻ തന്നിട്ടുണ്ട്, ആ കഴിവൊക്കെ ഉപയോഗിക്കൂ എന്നാണ് പറയുന്നത്. ആ കഴിവ് ഉപയോഗിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതിൽ നിന്ന് ചിലപ്പോൾ അബണ്ടൻസ് വരാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, കരിയർ ഗ്രോത്ത്, ബിസിനസ് ഗ്രോത്ത് എന്ന് പറയാം. നിങ്ങൾ ആഗ്രഹിച്ചതിൻ്റെ ത്രൂ, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഹോബിയാണ്, അങ്ങനത്തെ വല്ല കാര്യങ്ങളാണെങ്കിൽ കൂടി അതിൽ നിന്ന് നിങ്ങൾക്കൊരു മണി ഏണിങ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വളരാനുള്ള ഒരു അവസരം യൂണിവേഴ്സ് കാണിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ യെസ് എന്നാണ് കണ്ടോ, സക്സസ്, ഹാപ്പിനെസ് എന്ന രീതിക്കാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും തകർച്ചകൾ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് തടസ്സങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ ഒന്ന് ഡയറക്ഷൻ മാറ്റി വിടുകയാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇപ്പം നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന ഇതിൽ ആക്ച്വലി ഇത് നോക്കിയാൽ കാണുമ്പോൾ ഒരു വഴി നിങ്ങൾക്ക് തെളിഞ്ഞു നിൽക്കുന്നുണ്ട്, ഒരു വഴി ഡാർക്കാണ്. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് ഈ വഴിക്ക് പോകാനാണ്, പക്ഷെ നിങ്ങളത് കേൾക്കുന്നില്ല, നിങ്ങളത് എടുക്കുന്നില്ല. ബിക്കോസ് നിങ്ങൾ ഈ സ്വയം അവനവനെ ബ്ലോക്കാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് പുറത്ത് വരാൻ ആണ് ഇപ്പോൾ യൂണിവേഴ്സ് നിങ്ങളുടെ മുമ്പിൽ ഈ തകർച്ചകൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ, പ്രശ്നങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എവിടെയോ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് മാറ്റൂ, നിങ്ങളുടെ വഴി മാറ്റൂ എന്നാണ് പറയുന്നത്. ഏഞ്ചൽസ് നിങ്ങളുടെ കൂടെ ഉണ്ട്, പ്രൊട്ടക്ഷൻ ഉണ്ട്. എനിക്ക് സമയം വൈകി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അവസരം നഷ്ടപ്പെടും. നമ്മൾ ആക്ച്വലി സണ്ണിൻ്റെ ഒരു ഇത് പറയാറുണ്ട്, അല്ല സണ്ണല്ല എന്താ പറയുക, ഓരോ ദിവസവും ഓരോ അവസരമാണെന്നല്ലേ, കാത്തിരുന്ന അവസരം നഷ്ടപ്പെടും എന്ന് പറയും. സോ അങ്ങനെ ഒരു ഫീലിംഗ് എനിക്ക് വരുന്നുണ്ട്. ഇവിടെ ടൈം ഉണ്ട്, ഇവിടെ
ഓക്കെ, ഡിവൈൻ ടൈമിൽ നിങ്ങൾക്ക് വേണ്ടത് കിട്ടും, പക്ഷെ നിങ്ങൾ കൂടി ശ്രമിക്കാൻ തയ്യാറാവണം അല്ലേ. യൂണിവേഴ്സ് നിങ്ങളുടെ കയ്യിൽ എല്ലാം തന്നിട്ടുണ്ട്, ബട്ട് അത് യൂസ് ചെയ്യാൻ നിങ്ങൾ തന്നെ ശ്രമിക്കണം. സോ ഇപ്പം നിങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളെ ഡയറക്ഷൻ മാറ്റി വിടുകയാണ്. ഓക്കെ, വേറൊരു ഡയറക്ഷനിലേക്ക് പോകാൻ പറയുകയാണ് നിങ്ങളോട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ പറയുകയാണ്, ഫോളോ ചെയ്യാൻ പറയുകയാണ്. ഓക്കെ, നമുക്ക് അഡ്വൈസ് കൂടി എടുക്കാം. യൂണിവേഴ്സ് എന്താ പറയുന്നത് നോക്കാം. യൂണിവേഴ്സിന്റെ അഡ്വൈസസ് എന്തൊക്കെയാണ് ഇവിടെ, നമുക്ക് ഗൈഡൻസ് എന്താ യൂണിവേഴ്സ് തരുന്നത് നോക്കാം. മൈൻഡ്ഫുൾ, ക്രൗൺ ഗെയിംസ്, റൈറ്റ് യൂസ് ഓഫ് പവർ, ദ ഡിവൈൻ മെട്രിക്സ്, obstacles, dances on one foot, balancing act, repairing the mind, body, spirit, magician's sword, confidence is in your magic. എന്തിതാ നോക്കൂ. ആക്ച്വലി ഇവിടെ പറയുന്നത് 2-3 കാര്യങ്ങളാണ്. ഒന്ന് മൈൻഡ്ഫുൾ എന്ന് പറയുന്നത്, നിങ്ങൾ ഒരുപാട് സ്വയം മൈൻഡിനെ ബ്ലോക്ക് ആക്കി വെച്ചിരിക്കുകയാണ്. നമ്മുടെ 8 of Swords ആയിട്ട് എനിക്ക് കണക്കാക്കാൻ തോന്നുന്നു അതിനെ. നിങ്ങളുടെ മൈൻഡിൽ ഒരുപാട് കാര്യങ്ങൾ കുത്തിക്കയറ്റിയിട്ട് ഐ തിങ്ക് അവിടെ നിങ്ങൾ സ്വയം അവനവനെ ബ്ലോക്ക് ആക്കുകയാണ്. എനിക്ക് ഒരുപാട് ഓവർ തിങ്കിങ് ചെയ്യുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നിങ്ങളോട് പറയുന്നത് കുറച്ചുകൂടി ഒന്ന് ഓപ്പൺ മൈൻഡഡ് ആയിട്ട് ചിന്തിക്കുക. ഓക്കെ, കുറച്ചുകൂടി ചാൻസസ് എടുക്കാൻ തയ്യാറാവുക. നിങ്ങൾക്ക് എന്തും മാറ്റാൻ നിങ്ങളുടെ കയ്യിൽ കഴിവുണ്ട്, ഒന്നാമത്തെ കാര്യം. ഓക്കെ, ആൻഡ് ഇവിടെ ക്രൗൺ ഗെയിംസ്, റൈറ്റ് യൂസ് ഓഫ് പവർ, നിങ്ങളുടെ കയ്യിലുള്ള പവർ നിങ്ങൾ മനസ്സിലാക്കുക, തിരിച്ചറിയുക, ആൻഡ് അതിനെ റൈറ്റ് വേയിൽ നിങ്ങൾ യൂസ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ എല്ലാ കഴിവും ഞാൻ ഓൾറെഡി പറഞ്ഞു, മജീഷ്യൻ എന്നാണ് പറഞ്ഞത്. നിൽക്കാൻ ഇവിടെ മജീഷ്യൻസ് സോഡ്, കോൺഫിഡൻസ് ഇൻ യുവർ മാജിക്. നിങ്ങളുടെ മാജിക്കിൽ നിങ്ങൾ ഒരു ട്രസ്റ്റ് വെക്കുക. നിങ്ങൾക്ക് കഴിവുകളുണ്ട്, നിങ്ങൾക്ക് എന്തും ചെയ്തെടുക്കാൻ സാധിക്കും, ആ ട്രസ്റ്റ് നിങ്ങൾ വെക്കുക. നിങ്ങൾക്ക് തന്നെ കഴിവുണ്ട്. യൂണിവേഴ്സിൽ ട്രസ്റ്റ് വെക്കുന്നത് മാത്രമല്ല, നിങ്ങളുടെ മേലെയും ഓക്കെ ട്രസ്റ്റ് വെക്കുക. ആൻഡ് ഇവിടെ ദ ഡിവൈൻ മെട്രിക്സ്, യെസ്, ഡിവൈൻ എല്ലാം എന്തൊക്കെയോ നിങ്ങൾക്ക് വേണ്ടി പ്ലാൻ ചെയ്യുകയാണ്. ഓക്കെ, നിങ്ങളെ ഞാൻ പറഞ്ഞില്ലേ വഴി തിരിച്ചു വിടുകയാണ് നിങ്ങളെ ശരിക്കും. അതായത് നിങ്ങളുടെ ഒരു പർപ്പസിലേക്ക്, സോൾ പർപ്പസ് ആയിരിക്കാം, നിങ്ങൾക്ക് ആഗ്രഹമുള്ള ഒരു കാര്യത്തിലേക്ക് ആയിരിക്കാം, നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് പറയാം. ഓക്കെ, ആൻഡ് ഇവിടെ വാൾ, ഒബ്സ്റ്റക്കിൾസ്, യെസ്, ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഒരു സപ്പോസ് ഓക്കെ നിങ്ങൾ ഒരു വഴിയിൽ നിങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതിൽ നിങ്ങൾക്ക് സന്തോഷമില്ല, ഒന്നുമില്ല. അപ്പോൾ അവിടെ ഒരു തടസ്സം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് യൂണിവേഴ്സ് നിങ്ങളെ ഒരു ഡൈവേർട്ട് ചെയ്ത് വിടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സന്തോഷങ്ങളിലേക്കാണ് നിങ്ങൾ ഡൈവേർട്ട് ചെയ്യുന്നത്. ആൻഡ് ഇത് ഓവർകം ചെയ്യാനുള്ളത് കൂടിയാണെന്ന് പറയാം. ഓക്കെ, എന്ത് സിറ്റുവേഷനും ഓവർകം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും എന്നും പറയാം. ഓക്കെ, ആൻഡ് ഇവിടെ ബാലൻസ് ചെയ്യാൻ പറയുന്നുണ്ട്. കുറച്ച് മേ ബി കുറച്ച് ജഗ്ലിങ് വേണ്ടി വരും. അതേ സിറ്റുവേഷൻ നിങ്ങളൊന്ന് ബാലൻസ് ചെയ്തെടുക്കുന്നവരെ നിങ്ങൾക്ക് കുറച്ചൊരു ഇത് ഫീൽ ചെയ്യാം, ദാറ്റ് എങ്ങനെ ഞാൻ ഇതിനെല്ലാം കൂടി മാനേജ് ചെയ്യും എന്നൊക്കെ തോന്നുന്നുണ്ടാവാം. ബട്ട് എനിവേ നിങ്ങൾക്കത് സാധിക്കും. ആൻഡ് കുറച്ചു കാലം ഒരു മേ ബി ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാം നിങ്ങളുടെ മൈൻഡിൽ. ആൻഡ് ഇവിടെ റിപ്പയറിങ് ദ മൈൻഡ്, ബോഡി, സ്പിരിറ്റ്, നിങ്ങൾ അവനവനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ, നിങ്ങൾ വളരെ ലൈക്ക് ഒന്ന് ഇപ്പോൾ ഡിപ്രഷനൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടാവാം, ഒരു ഡിസപ്പോയിൻമെൻറ്റ് ഫീൽ ചെയ്യുന്നുണ്ടാവാം, വിഷമം തോന്നുന്നുണ്ടാവാം. അതിൽ നിന്നൊക്കെ നിങ്ങളൊന്ന് റിപ്പയർ ആയിട്ട് വരിക. അതായത് അവനവനെ നിങ്ങൾ അതിനു വേണ്ടി ചെയ്യേണ്ടത് എന്താണ്, നമ്മൾ ആദ്യം സെൽഫ് ലവ് ചെയ്യുക, അവനവനെ കെയർ ചെയ്യുക, അവനവനെ സ്നേഹിക്കുക, അവനവൻ്റെ ഇഷ്ടങ്ങളെ ഒന്ന് പ്രയോറിറ്റി കൊടുക്കുക. ഓക്കെ, ആൻഡ് കുറച്ചുകൂടി സ്പിരിച്വൽ കൂടി ആവുക, പ്രാർത്ഥനകൾ കൊണ്ടുവരിക. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് ഇവിടെ നമ്പേഴ്സ് നോക്കിക്കോളൂ വേണമെങ്കിൽ. 40 ഉണ്ട്, 8, 24, 56, 9, 39, 37. ഓക്കെ, അപ്പോൾ 4 പറയാം, 8, 6, 11, 2, 11 പറയുമ്പോൾ 2 ഉണ്ട്, 9, 39, 12 അല്ലേ, 12, അപ്പോൾ 3 ടോട്ടൽ. ഇവിടെ 10 ഉണ്ട്, 10 അല്ലെങ്കിൽ 1. സോ ഇതൊക്കെ നമ്പേഴ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആവാം. ഓക്കെ, സോ നിങ്ങളോട് പറയുന്നത് യൂണിവേഴ്സ് ഞാൻ പറഞ്ഞില്ലേ ആദ്യം വേറെ ഒന്നുമല്ല. ഇപ്പോൾ യൂണിവേഴ്സ് നിങ്ങളുടെ മുമ്പിൽ തടസ്സങ്ങൾ, വാൾസ് കൊണ്ടുവന്ന് വെക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പവറിൽ നിങ്ങൾ വിശ്വസിച്ച് നിങ്ങൾ ആക്ഷൻ എടുക്കാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, നിങ്ങളായിട്ട് തീരുമാനങ്ങൾ എടുത്ത് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നേടിയെടുക്കാൻ നിങ്ങളെ മുന്നോട്ട് നയിക്കുകയാണ് യൂണിവേഴ്സ്. ഓക്കെ, പ്രോബ്ലംസ് മുന്നിലിടുമ്പോൾ അത് ഓവർകം ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത് കൂടി യൂണിവേഴ്സ് തരുന്നുണ്ട്. എല്ലാ കഴിവും നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ട്, അത് യൂസ് ചെയ്യുക, നിങ്ങൾ മുന്നോട്ട് പോവാം. ഓക്കെ, സോ അതാണ് ഇവിടെ യൂണിവേഴ്സ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.